കാലിഫോർണിയയിലാണ്, അമേരിക്കയിലാണ്. അവിടെ ആപ്പിൾ സ്റ്റോറിലെത്തി. ആപ്പിൾ സ്റ്റോർ അറിയാലോ, വളരെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഫോൺ രംഗത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായ ഫോണാണ് ഐഫോൺ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഒരാൾ വളരെ കൂളായി കയറി കുറച്ച് ഫോണുകളൊക്കെ വാരി പോക്കറ്റിലിട്ട് രക്ഷപ്പെട്ടു പോവുക. കുറച്ചല്ല, ഒരു 50-ലേറെ ഫോണങ്ങ് കവർന്നു കളഞ്ഞു. ആ ദൃശ്യങ്ങൾക്കാണ്. രാഹുൽജി എന്നാവുന്നുണ്ട്. രാഹുൽ, ഇത് നമ്മളെ പറ്റിക്കാനുള്ള വീഡിയോ ഒന്നും അല്ലല്ലോ, ഒരാൾ പോലും തടയാനൊന്നും പോകുന്നില്ലല്ലോ. പറ്റിക്കാനുള്ള വീഡിയോ അല്ല. രവി ചോദിച്ച പോലെ ഇപ്പൊ ആ സമയത്ത് നമ്മളുണ്ടെങ്കിൽ നമ്മൾ തടയുമോ എന്നുള്ളതാണ് ആദ്യം ചോദ്യം. തടയുമോ? ഞാൻ തോക്കുന്നില്ല. സാധാരണ അമേരിക്കയിലാവുമ്പോൾ തോക്കൊക്കെ ആയിട്ടാണ് വരേണ്ടത് അല്ലേ? അല്ല, അമേരിക്ക അല്ല, കേരളം ആയപ്പോലും ഇങ്ങനെ ഒരു ഓപ്പൺ എന്താ പറയുക, ഒരു ഷോറൂമിൽ രാവിലെ 10:30 മണിക്ക് ഒരാൾ വന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ തടയാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളത് എനിക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് ഈ ചെയ്തതുപോലെ ഫോട്ടോ എടുത്ത് പോലീസിനെ അറിയിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല നടപടി എന്നുള്ളത് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഞാനിത് കണ്ടപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്ന ഗെയിമുണ്ട് വൈസ് സിറ്റി. അതിനകത്ത് ഇഷ്ടമുള്ള കാർ എടുക്കാം, മോഷ്ടിക്കാം, ആളിൽ ഇടിച്ചിടാം. അപ്പം ഞാൻ വിചാരിച്ചത് ഗെയിം പോലെയാണെന്ന്. കാരണം 10:30 മണിയാണ്, ഇദ്ദേഹത്തിന് 22 വയസ്സേ ഉള്ളൂ ഈ അറസ്റ്റിലായ വ്യക്തിക്ക്. അപ്പോൾ നോക്കൂ, തൊട്ട് പുറത്ത് ഈ വിഷ്വലിൽ ഏറ്റവും അവസാനം തൊട്ട് പുറത്ത് പോലീസ് കാർ കിടപ്പുണ്ട്. ആ പോലീസ് കാർ കിടക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു മോഷണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് തെറ്റാണെന്നുള്ള ഇതാണല്ലോ എല്ലാവരും മോഷണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ക്യാമറ ഉണ്ടോ നോക്കണം, പോലീസ് ഉണ്ടോ നോക്കണം, സാഹചര്യം നോക്കണം. ഇതൊന്നും നോക്കാതെ ആ മനുഷ്യൻ ആ കേബിളെല്ലാം പൊട്ടിച്ചുകൊണ്ട് ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന ഫോണുകളെല്ലാം കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അത്ഭുതം തോന്നിയത് ആ മനുഷ്യൻ്റെ ആ മനസ്സിനെ ഈ മനസ്സിലെന്തായിരുന്നു എന്നുള്ളതാണ്. കാരണം ഏത് വികാരമാണ് ആ സമയത്ത് നയിച്ചതെന്നുള്ളതാണ്. കാരണം ഒരു മോഷണം ചെയ്യുമ്പോൾ, ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ പോലും ഒരു കുറ്റബോധമില്ലാതെ, അല്ലെങ്കിൽ ഒരു ഒളിയോ മറയോ വേണോ എന്ന് ചിന്തിക്കാതെ മുന്നോട്ട് പോകുന്ന വ്യക്തികളുള്ള സമൂഹത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയുന്ന ആശങ്കയുണ്ട് ദിവിഷ്. അതാണ് നേരെ ഒന്ന് പോലീസിന്റെ വലയിൽ ചെന്ന് വീഴുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയും അമേരിക്കയിൽ പോലും ഇങ്ങനെ മോഷണങ്ങൾ നടക്കുന്നു എന്നൊരു അത്ഭുതകരമായ കാര്യമാണ്. ശരി.